ഇല്ല, എനിക്ക് പേഷ്യൻസ് ഉണ്ട്. എന്റെ പ്രശ്നം ഞാൻ ഭാര്യ കണ്ടിട്ടുള്ളൂ. ഉണ്ട്, 3-4 ആളുണ്ട്. എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റും. ഇപ്പൊ തന്നെ 11 മണിയായില്ലേ, നമുക്ക് കഴിഞ്ഞിട്ടൊക്കെ കിടക്കണ്ടേ കുറച്ച്. ഇന്നലത്തെ എന്റെ ക്ഷീണം ഒന്നും മാറിയില്ല. ഇന്നലത്തെ എന്ത് ക്ഷീണം, വേഗം കഴിഞ്ഞിട്ടില്ല. ഇന്ന് വേണ്ടാന്ന് വെച്ചൂടെ? ഇന്ന് വേണ്ടെന്ന് വെച്ചാൽ നിന്നെ ഈ നൈറ്റുള്ളിലേ കിട്ടത്തുള്ളൂ. നീ നാളെയും കൂടെ അല്ലേ ഉള്ളൂ. നൈറ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് പേടിയാ. അതെന്ത്? ഒരു ദിവസം വരെ വിടുന്നില്ലല്ലോ, വെറുതെ വിടുന്നില്ലല്ലോ. ഒരു ദിവസം അങ്ങനെ കിട്ടത്തുള്ളൂ. ഇതൊക്കെയല്ലേ ഒരു രസം. നീ പെട്ടെന്ന് തീർന്നിട്ട് വരാൻ നോക്കുന്നു. പക്ഷേ എനിക്ക് ഇത് ദിവസമാകുമ്പോ പേടിയാവുന്നുണ്ട് കേട്ടാ. എന്തിന്? എനിക്കെന്തിനാ കൂടി ഈ ഒരു ഡോക്ടറല്ലേ, എനിക്കറിയാം. ആരെങ്കിലും കണ്ടാലോ? ആരെ കാണണ്ട, ഇങ്ങോട്ടും മാറ്റേണ്ട പറഞ്ഞു. ഉണ്ട് ഇവരൊന്ന് പോയില്ലേ. അത് നോക്കി വന്നാ പോയി. എന്താ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വന്ന ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് ശരിയാവൂല. പറയാം, ഞാൻ ഇന്ന് ജീൻസും ടോപ്പ് കിട്ടി. അത് ഞാൻ കണ്ടില്ല. ജീൻസും ടോപ്പ് എന്താ ജീൻസ് എല്ലാം ആയിട്ട് കുറച്ച് പണിയുണ്ട്. ജീൻസ് എല്ലാം ഇട്ടതല്ലേ? നീ ചുമ്മാ വന്ന് നിന്നാണ് അത് അയക്കാൻ വലിയ പണിയാ. എനിക്ക് ഈശിന്റെ കൈ മുടക്കിലിരുന്ന് കുറേ സമയമാവും. നീ പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞ് എന്നെയാണ് പഠിക്കുന്നത്. എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇതുകൊണ്ട് വേഗം നോക്കി വിടൂല്ലേ ഇത്. പെട്ടെന്ന് നോക്കി വിട്ട്. അത്ര വലിയ കേസൊന്നുമല്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് നോക്കി വിടാൻ പറ്റിയ കേസല്ല. കുറച്ച് പണിയുണ്ട്. പണി പെട്ടെന്ന് തീർക്കാൻ നോക്ക്. പിന്നെ ജീൻസ് ടോപ്പാന്ന് പറഞ്ഞിട്ട് പ്രശ്നമാകണ്ട. നമുക്ക് ആഴ്ചക്ക് മാറ്റി വെച്ചാൽ മതി. ഇത്ര മാത്രമല്ല സ്റ്റോൺ എല്ലാ സൗകര്യമുണ്ട്. അയ്യോ, അതിനൊന്നും സമയമില്ല. ഒരാഴ്ച പണിയല്ലേ. ചുമ്മാ നീ അയക്കേണ്ട. നീ ഞാൻ തന്നെ കഴിക്കാറ്. എന്നാ നിങ്ങൾ സഹായോട്ടിക്ക് വന്നാൽ പോലെ. പിന്നെ ഞാൻ ഇന്നും എനിക്ക് പറ്റുന്നില്ലടാ, ക്ഷീണോ. ഇങ്ങനെയൊന്ന് ഒരു വകം ഉറങ്ങാൻ സമ്മതിക്കുന്നു. എന്നാലും ഉണ്ട്, എനിക്ക് ക്ഷീണമുണ്ട്. അല്ലെ, കുറച്ച് സമയമല്ലേ നീ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഞാൻ ഇത്തരം എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത്. നീ കുറച്ച് റേഞ്ചിൽ എടുക്കുന്നതാണ്. അങ്ങനെ രീതിയിൽ നിന്നിട്ട് റേഞ്ചിൽ നീ പറയുന്നത് കേൾക്കണ്ടേ? അതെ, ഇതന്നെ അവസ്ഥ. പറഞ്ഞില്ല, സംസാരിക്കാൻ പറ്റും. ഇവാൻ കുറച്ച് റേഞ്ച് കുറവാണ്. നീ ഒരു കാര്യം, എത്ര പേരുണ്ട്? 3 ആളുണ്ട്. അത് വിളിച്ചു വിട്ട്. എന്താ അത് പെട്ടെന്ന് നോക്കൂടാണ്. നീ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം 3-4 പേഷ്യൻസ് ഇല്ലേ, അവരെ നോക്കി വിടുമ്പോഴേക്കും സമയം എത്രയാവുന്ന എന്റെ വിചാരം. അത് ഞാൻ വെയിറ്റ് ചെയ്തോളൂ. എന്തായാലും വരാതിരിക്കരുത്. വിളിക്കാൻ പറ്റില്ല. ഞാൻ അടക്കിയാണ് സംസാരിക്കുന്നത്. കുറച്ച് സമയം നല്ല നോക്കേണ്ട പേഷ്യൻസ് ആണ്. എന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? നീ എനിക്ക് വല്ലതും സംഭവിക്കുന്ന നോക്കിയാൽ മതി. ഞാൻ പറയുന്നൊക്കെ ഇന്നലത്തെ എനിക്ക് അത്രക്കൊന്നും സുഖിച്ചിട്ടില്ല. നീ
ജീൻസ് ഒന്നും അടിക്കാനും മറ്റേ കട്ടം പോകുമ്പോൾ ബാക്കിൽ അതൊന്നും പിന്നെ ജീൻസ് തന്നെ മൊത്തം വെച്ചാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയല്ലേ. നമുക്ക് നാളെ നോക്കിയാലോ? ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് നാളെ കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു പേഷ്യൻ്റാന്ന് വിചാരിച്ചോ? അതിന്റെ കേസാ. നാളെയാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഇത് ചെയ്യാം. ഓ, നാളെയും ചെയ്യാം. ഇന്നത്തെ കാര്യം നമുക്ക് നാളെ ചെയ്യാം. നീ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതായിരിക്കും. നീ പെട്ടെന്ന് വരാൻ നോക്ക്. പിന്നെ എനിക്കിപ്പോ പേടിയാട്ടെ. എന്തിനാ പേടി? ഞാൻ പറയുന്നത് ജീൻസ് മാത്രമാണോ ലൈനുള്ളിൽ വലുതൊക്കെ ഉണ്ടോ? ജീൻസ് വല്ലുണ്ട്, അടിയിൽ വല്ലുണ്ട്. നീ എന്തിനാ എനിക്കെന്തിനാ നൈറ്റ് ഇടുമ്പോ നൈറ്റിലേക്ക് വരുമ്പോ അടിയിലേക്ക് എന്തിനാ ഇടുന്നത്? ജീൻസ് മാത്രം ഇട്ടാ പോരെ? നീ മാത്രല്ലല്ലോ, പേഷ്യൻസ് ആണ്. അത്ര ഡോക്ടർമാരുടെ പിന്നെ അധികം ജീൻസ് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നോക്കുന്ന ഞാനില്ലേ. വേറെ മൈൻഡ് ചേർത്ത് എല്ലാരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ല, അതൊക്കെ പൊക്കോ. നീ ഞാൻ പറയുന്നതൊക്കെ അത് കഴിഞ്ഞ് ഒട്ടുണ്ടെങ്കിൽ പോയി. ഞാൻ വേണമെങ്കിൽ ഈ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്ത് ലൈറ്റ് 2 ലൈറ്റ് ഞാൻ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്ത് 2 ലൈറ്റ് ഉണ്ട്. ആ 2 ലൈറ്റ് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഓഫ് ചെയ്ത് നോക്കും. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ഒരു ആരും കാണില്ല. ജീൻസ് ടോപ്പില്ല, ഞാൻ കണ്ടല്ലോ. കുറച്ച് ഡാർക്ക് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. ഇന്നത്തെ കുറച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ക്ഷീണമെന്ന് പറഞ്ഞില്ലേ, പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ക്ഷീണക്കാരുടെ വൃത്തിയിൽ ഞാൻ മാറ്റി തരും. അല്ല, ഇത് പേഷ്യൻസിനെ നോക്കി ക്ഷീണോ, ഇന്നലെ തന്നെ ഉറങ്ങാൻ വിടാതെ ക്ഷീണം എല്ലാം ഉണ്ട്. രാവിലെ ഉറങ്ങി തീർത്തില്ലേ? പിന്നെന്താ ക്ഷീണം? അങ്ങനെ എനിക്കും ക്ഷീണമില്ലേ? നീ ജസ്റ്റ് ഒന്നിടാന്ന് നിന്നാ പരിവാക്കി ഉള്ള ജോലി. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഈ പേഷ്യൻസിനെ നോക്കിയിട്ട് 12 മണി 1 മണി ആവാനാവും. 12 മണി കഴിയുന്നുണ്ടായി. 12 മണി 1 മണിയൊന്നും ആവില്ല. അല്ല, അതുവരെ നീ കാത്തിപ്പോ. ഞങ്ങൾ എത്ര നേരം മതി? 10 മണി വന്നാ മതി. മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ അവര് നോക്കിയിട്ട് വിടട്ടെ. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടാണോ തുടങ്ങിയത്? ഭക്ഷണം കഴിക്കാനൊന്നും കൂടുതൽ സമ്മതിക്കുന്നില്ല. അത് നേരത്തെ കഴിച്ചോ? ഞാൻ കഴിച്ചോ? പിന്നെ ഞാൻ കുടിക്കാനുണ്ടെങ്കിൽ ഇവിടെ എടുത്തു വെക്കാം. പിന്നെ കിട്ടത്തില്ല. പിന്നെ ശ്രദ്ധിക്കണം, ആരും കാണണ്ട. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ആരും ഇല്ല. ഞാൻ നോക്കിയത് ശ്രദ്ധിച്ചു. തീരാനൊന്നുമില്ല. മറ്റേ ദാസും ചേട്ടൻ ചിലപ്പോ കണ്ടേക്കാം. ഞാൻ പുള്ളിയുടെ കണ്ണൂട്ടില്ല. പുള്ളി കണ്ട കുഴപ്പമൊന്നുമില്ല. പുള്ളി കണ്ടില്ല എന്ന് വെച്ചാൽ നോക്കൂ. പുള്ളി ആ പ്രശ്നക്കാരനൊന്നുമില്ല. പുള്ളി ഭാഗത്ത് നിൽക്കും. പിന്നെ പരിപാടിയൊന്നുമില്ലല്ലോ. മുഴുവൊന്നുമില്ല. എന്തായാലും എനിക്ക് ഇന്നും വേണം, നാളെയും വേണം. പിന്നെ നാളെയും കൂടി വേണം. കാരണം പിന്നെ ഡേയാണല്ലോ കഴിഞ്ഞുള്ളത്. നാളെയും കൂടി ഉള്ളൂ. അല്ല, നാളത്തെ കാര്യം ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ? അതെ, ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ? ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ലേ? പിന്നെ ഞാന് കുറച്ച് ലേറ്റ് ആവും. അധികം ലേറ്റ് ആകണ്ട. മൊത്തം അഴിച്ചിടാനുള്ളതാണ്. വന്നാല് അഴിക്കുകയും ചെയ്യും, ഞാൻ തന്നെ തിരിച്ചിട്ടേരും ചെയ്യും. അപ്പൊ ഇന്നത്തെ കളി ഫുള്ള് സ്റ്റോർ റൂമിലൊക്കെ. സ്റ്റോർ റൂമിൽ നിന്ന് കളിച്ച് കൊതി തീർത്തിട്ട് പോകും. ഓക്കെ. അല്ല, നീ തിരിച്ചിട്ടില്ല. നീ തിരിച്ചിടാൻ നീ അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? വളരെ ചുമ്മാ ഞാൻ തിരിച്ചിട്ട്
നീ മറക്കണ്ട അങ്ങനെ സാരിയാണല്ലോ എന്നോട് അയക്കുന്നാണ് എനിക്ക് ഒത്തിരി വിളിക്കാൻ അറിയില്ല. ഞാൻ ഉം.